കവിതയെ വിമർശിച്ചുകൊണ്ട് ഖുർആനിലെ സൂറത്ത് ശുഅറ കവികളാണ് അർത്ഥം. അതിന്റെ അവസാനത്തിൽ പ്രത്യേകിച്ച് ഈ കവികളെയും കവിതയൊക്കെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇസ്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഷാഇർ നബി എന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കവിത കൊണ്ട് വിമർശിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ചോദിക്കാണ്, നിങ്ങളൊക്കെ എന്നെ ശരീരം കൊണ്ടും വാളുകൊണ്ടും സംരക്ഷിച്ചു, നിങ്ങളിൽ ആരാണ് നാവ് കൊണ്ട് സംരക്ഷിക്കാനുള്ളത്? ഹസ്സാൻ എഴുതിയിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചു, അവരൊക്കെ ഖുറൈശികളാണ്, ഞാനും ഖുറൈശിയാണ്, അപ്പൊ നീ അവരെ വിമർശിക്കുമ്പോൾ മക്കയിലെ അന്നത്തെ ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ എതിർകക്ഷിയുള്ളവരെ അടിച്ചമർത്തുന്ന രൂപത്തിൽ കവിത ഉണ്ടാകുക. ഇങ്ങോട്ടേക്കൊരു ഒരു നായെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തറവാടിന് മൊത്തം നായെന്ന് വിളിക്കുന്ന രൂപത്തിൽ കവിതകൾ അവർക്കുള്ളത്. അപ്പൊ ഹസ്സാൻ പറഞ്ഞത് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് പോലെ മാറ്റുന്നത് പോലെ റസൂൽ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പ്രാർത്ഥിക്കുക ചെയ്തത്, ഹുജൂഹും വറൂഹുൽ ഖുദ്സ് മഅക്, നീ അവരെ വിമർശിച്ചു കൊള്ളുക, ജിബ്രീൽ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവിതയെ, അതിൽ തെറ്റായ സംഗതിയെ മാറ്റിവെക്കുകയും അതിലെ ശരിയെ ഏറ്റവും പോസിറ്റീവായി കൊണ്ട് ഉപയോഗപ്പെടുത്താനുമാണ് ഇസ്ലാം ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഒരു പ്രവാചകനായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഏത് കാലഘട്ടം നേരത്തെ പറഞ്ഞ പോലെ അൽഗോരിതം കൊണ്ടുവന്നത്, ഖവാരിസിമി കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഏത് വിഷയം നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായ രൂപത്തിൽ ഒരു സംഗതിയെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതിനെ ഉപയോഗിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് തെറ്റിലേക്ക് പോകുന്നതിന് മാത്രമാണ് നമ്മൾ അതാണ് ഇപ്പം ചർച്ച ചെയ്യാനുള്ള ഇഷ്യൂ.